ആരാത്? ആരാത്? ഇവിടെ വാടോ. വേണ്ട വേണ്ട വേണ്ട, ആരും ഒന്നും ചെയ്യണ്ട. അയാളെ ഇങ്ങോട്ട് വിട്ടേരും. വല്ലതും പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറയും. ഇവിടെ കയറി വാടോ. ഏതിലെങ്കിലും കയറുതാ. അയാളെ ഇങ്ങോട്ട് കയറ്റി വിട്. ആരും ഒന്നും ചെയ്യണ്ട. അയാളെ ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വാ. ഇവിടെ 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 എവിടെയാണ്? എന്താ 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 പ്രശ്നം? എന്താ ഇയാൾക്ക് എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഞങ്ങൾ പാട്ട് പാടുന്ന ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പാട്ട് പാടുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്നു. മലയാളം പാട്ട്. ഈ പാട്ട് ഏത് പള്ളിയിലെ കപ്പിയാർക്കും പാടാം. ആണോ? കൈതപ്പുഴ കായലിലെ ഇത് കൊറേ നേരം ഈ ഗാനമേള കേക്കണേ. വേറെ എന്തെങ്കിലും പാട്ട് ക്ഷമിക്കൂല. അതിലില്ലേ? എന്താ ഇയാളുടെ പേരെന്താ? എന്റെ പേര് അങ്ങനെ ചൈനക്കാരനാണോ? തിന്ന് പറഞ്ഞു കഴിഞ്ഞാ മണി. ഓ, മണി എന്നാണ് പേരല്ലേ? അത് ശരി. ഈ മണിയുടെ നെറ്റിയിൽ എന്താ? നെറ്റി പൊട്ടി ചോര വരുന്നു. അതെന്താ ചോര വരുന്ന? എന്താ ചോര വരണെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ വൈഫ് ഒരു പൂവെറിഞ്ഞതാ. വൈഫ് പൂവെറിഞ്ഞതിന് ചോര വരുന്ന? ആ, പൂവെറിഞ്ഞെന്ന് പറഞ്ഞ വേറെ കാര്യമുണ്ട്. എന്താ അത്? പൂവെറിഞ്ഞപ്പോ ചെടിച്ചട്ടിയും കൂടി ഉണ്ടായിരുന്നു. അത് ശരി. ഇങ്ങനെ മാറി. ഇയാൾ ഇങ്ങോട്ട് മാറ്. വീട്ടിൽ നിന്ന് വന്നപ്പോ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായില്ലല്ലോ. ഇയാളെ കാലെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്. അത് ശരി. അപ്പൊ വേറെ കാര്യമുണ്ട്. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യേ, എന്ത് ഇയാളാ മടക്കി കുത്തഴിച്ചത്? ഇതൊക്കെ പുറത്ത് കാണുന്ന വൃത്തിയേട്. പുറത്ത് അണ്ടർവെയർ ഒക്കെ പുറത്ത് കാണുന്ന വൃത്തിയേട്. കാശുകാര് പിള്ളേര് ഇതിടുമ്പോ കുഴപ്പമില്ല. പുറത്ത് എന്തായാ ഒരു പാവപ്പെട്ടവൻ ഇതിട്ടപ്പോ പ്രശ്നമായി. അയ്യേ, അത് ഇതല്ല. അതിന്റെ പേര് ബർമുഡ എന്നാണ്. ബർമുഡ. ബർമുഡ അത് ഇംഗ്ലീഷ് സ്റ്റൈലിൽ പറഞ്ഞല്ലേ ബർമുഡന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേര് എന്താന്നറിയുമോ? എന്താ? കളസം. ഇയാള് ഏതായാലും മടക്കി കുത്ത് അഴിച്ചിട്ട്. മടക്കി കുത്ത് അഴിച്ചിടാൻ. എടാ, ഇവിടെ പാട്ട് പോരാ. പിന്നെ എന്താ വേണ്ടത്? ഡാൻസ് വേണം. അത്രയല്ലേ വേണ്ടു? ഡാൻസ് ഇപ്പൊ കാണിച്ചു തരാം. ഡാൻസ് വേണം. ഡാൻസ് വേണം. വിരലി കൊണ്ട് സംസാരിക്കരുത്. വിരലി കൊണ്ട് സംസാരിക്കരുത്. വിരലി ഞാൻ ഇഷ്ടമുള്ളടത്ത് കൊണ്ട് സംസാരിക്കും. അധികം വേലിറക്കിയാലുണ്ടല്ലോ, ഞാൻ ദാ ഇങ്ങനെ കാണിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ആളുകൾ വന്ന് തന്നെ അടിച്ച് പപ്പടമാക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാ കംപ്ലീറ്റ് ആൾ ഇറങ്ങി വരും. ഞാനിങ്ങനെ എന്തുണ്ടാവും? ആ സൗണ്ട് കേൾക്കും. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കേക്ക്. മര്യാദക്ക് അവിടെ പോയിരിക്കും. ഡാൻസ് കാണിച്ചു തരാം. ഡാൻസ് കാണാം. എന്നാ പോവാൻ പറഞ്ഞ പോ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഈ ചൊല്ല് ഇവിടെ ഒരു വീട്ടിൽ യാഥാർത്ഥ്യമാവുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അയ്യോ, കരയില്ലേ മോനെ? അമ്മയുടെ പൊന്നു മോനല്ലേ. പാല് വേണോ? എനിക്ക് പാല് വേണ്ട. പാല് കുടിക്കണം. നല്ല കുട്ടികളെ പാലൊക്കെ കുടിച്ച് നന്നായിട്ടിരിക്കുള്ളൂ. എനിക്ക് പാല് വേണ്ട. പിന്നെ എനിക്ക് പാലിന് മുമ്പേ എനിക്കൊരു സ്മോൾ വേണം. അയ്യോ, ദേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ചീത്ത കുട്ടികൾ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാ എനിക്ക് പാലിന് മുമ്പ് എനിക്കൊരു ബീഡി വേണം. നല്ല അടി കിട്ടും നിനക്ക്. ദേ നോക്ക്, നല്ല മോനായിട്ടിരിക്കുന്നത്. അച്ഛനും ഗൾഫിൽ നിന്ന് വരും. ഞാൻ സ്ഥിരം വലിക്കുന്ന കഞ്ചാവൊന്നും ചോദിച്ചില്ല. നോക്ക്, നല്ല കുട്ടനായിട്ടിരുന്ന അമ്മ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയോ? അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? കുഴലപ്പം, അച്ചപ്പം, പരിപ്പ് വട, ടിനോ പാൽ, അങ്ങനെ എന്തൊക്കെയാ എന്റെ പൊന്നു മോനെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് അറിയോ? അമ്മേ, അമ്മ പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? എന്നാലേ ആ പുട്ടീന്ന് ഒരു കഷ്ണം എടുത്തേ അമ്മയുടെ അണ്ണാക്കി തള്ളി നോക്കി. കുറച്ചു നേരം മുണ്ടാണ്ടിരിക്കട്ടോ. അടി മേടിക്കുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നമ്മുടെ നല്ല മോനല്ലേ. എനിക്ക് വേണ്ട. വേണം. എടാ ഗോപാല, ഇവനിത് എവിടെ പോയി കിടക്കണെന്റെ? ഇങ്ങോട്ടൊന്ന് വാടാ. ഇല്ല, വിളിച്ചില്ല. എന്താ കാര്യം? കൊച്ചിന് നീ പാല് കൊടുത്താടാ? പാല് കൊടുത്താന്ന്. പാല് കൊടുത്തില്ല. കൊടുത്തില്ലേ? ഇല്ല. എനിക്കിവിടെ എന്തൊക്കെ പണിയുണ്ട് നിനക്കറിയോ? രാവിലെ അടിച്ചു വാരണം, പാത്രം കഴുകണം, ഭക്ഷണം പാകം ചെയ്യണം, അത് തിന്നണം. നിന്നെ കൊണ്ട് വല്ലതും പറ്റുമോ? കൊച്ചമ്മ അവസാനം പറഞ്ഞത് വേണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത്? ഞണ്ണന്റെ കാര്യം. നിന്നെ കൊണ്ട്
മോന് പാല് വേണോ? പോടെ കൊരങ്ങ. അമ്മേനെ വിളിക്കണ പേരെന്നെ വിളിക്കില്ല കേട്ടോ. അമ്മടെ മോനല്ലേ, കരയല്ലേ കുട്ട. എനിക്ക് ദേ, വേണ്ട. അച്ഛൻ വരുമ്പോ തല്ല് കിട്ടും കേട്ടാ. നല്ല മോനല്ലേ, നമ്മുടെ മുന്നാര മോനല്ലേടാ. വേണ്ട. ദേ, ദേ, പാല് കൊണ്ടുവന്നേ. കൊച്ചമ്മ. എന്താണ്? എന്റെ കാല് കണ്ട ഡബിൾ ഹാൻഡ് സ്പാൻഡർ പോലെയാ. ആ, എന്നാ പാല് കൊടുക്ക്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് പാലിന്റെ ഫോട്ടോ സ്റ്റാറ്റാ. ഇതിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ്. എന്നാ, നോക്ക്. എനിക്ക് വേണ്ട. കുടിക്കാൻ പാല്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കൊച്ചമ്മ. എന്താണ്? ഇങ്ങോട്ട് താഴെ ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ. ആ, നീ കൊടു. പിന്നെ ഞാൻ ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. Yes, I am waiting for you 10 years ago. നല്ല മോനല്ലേ, നല്ല മോനല്ലേ. എന്താണ്? കൊരങ്ങ് മുട്ടുകാലം കൊണ്ട് ഇവിടെ തിരിച്ചു. കൊച്ചമ്മ. പിടിച്ചാ നീ. ഇതൊക്കെ 5 മിനിറ്റ് നേരത്തെ പണിയല്ലേ ഉള്ളൂ. മോൻ കുടിച്ചോ? അമ്മ മോനല്ലേ. മോന്റെ അച്ഛൻ വന്നു. അയ്യോ. മോന്റെ അച്ഛനാ എന്റെ. ഞാൻ പിടിച്ച്. എനിക്കറിയാവോ, നിങ്ങളുടെ മോനല്ലേ ഇത്? നോക്ക്, ചോദിച്ചു നോക്ക് എന്താണെന്ന്. അച്ഛനെ പെറ്റിട്ടാ പോരെ, വളർത്താൻ പഠിക്കണം. ആ, നിങ്ങൾ വളർത്തു തന്നാ അല്ല. മോനെ കുട്ട. അച്ഛാ പട്ടി. അങ്ങനെയൊന്നും പറയല്ലേടാ കുട്ട. അങ്ങനെയൊക്കെ പറയൂടാ പൊട്ട. നിന്നെ ഇതൊക്കെ ആരാ പഠിപ്പിച്ച? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അച്ഛൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാവോ? എന്തൊക്കെയാണ്? വീഡിയോ ഗെയിംസ്, ക്രിക്കറ്റ് ബാറ്റ്, പിന്നെ നിനക്ക് ഒരുപാട് ടോയ്സ്, കമ്പ്യൂട്ടർ ഗെയിംസ്, അങ്ങനെ ഒരുപാട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ജോണി വാക്കർ കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെയാണ് എപ്പോഴും പറഞ്ഞ ആൾക്കാർ കൊണ്ടുവന്നത്. അച്ഛനും അത് കൊണ്ടുവരാണ്ട്. നിന്നെ ഇതൊക്കെ ആരാ പഠിപ്പിച്ച? അതൊന്നും കൊച്ചു കുട്ടികൾക്കുള്ള സാധനമല്ല. അതാ നീ പാല് കുടിക്കുക. എന്താ പാല് കുടിക്കാത്തത്? അച്ഛനെ ആ. ഞാൻ ഈ പാല് കുടിക്കണമെങ്കിൽ എനിക്കൊരു പാട്ട് പാടി കേൾപ്പിച്ചാൽ ഞാൻ. പാട്ട് പാടണം. എന്ത് പാട്ട് വേണം? മലയാളം പാട്ട് വേണോ, തമിഴ് പാട്ട് വേണോ, ഹിന്ദി പാട്ട് വേണോ? എനിക്ക് മലയാളം പാട്ടും തമിഴ് പാട്ടും ഹിന്ദി പാട്ടൊന്നും വേണ്ട. പിന്നെ എനിക്ക് കൊടുങ്ങല്ലൂര് ഭരണിക്ക് പാടുന്ന പൂരപ്പാട്ട് കേട്ടാ മതി. എന്താടാ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? ആ മുതലാളി അപ്പ കമ്മിങ്. എന്താന്ന്? മുതലാളി അപ്പ കമോൺ. അയ്യോ, അമേരിക്ക പോയിട്ട് ഇംഗ്ലീഷ് ഒന്നും പഠിച്ചില്ലല്ലേ? നീ എന്താ പറയുന്നത്? കുറച്ച് മാത്തമാറ്റിക്സ് പഠിക്കുക, അപ്പൊ ഇംഗ്ലീഷ് ആയിട്ട് ഇത്തിരി ടച്ച് ഉണ്ടാവും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മുതലാളി അപ്പ വന്നൂന്ന്. അങ്ങനെയാണോ ചോദിച്ചത്? ഞാൻ ദാ ഇപ്പൊ വന്നേ ഉള്ളൂ. പയ്യൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് പാടി കൊടു. പൂരപ്പാട്ട്? പൂരപ്പാട്ടല്ല, മലയാളം സോങ്. നീ താളം പിടിച്ചോളൂ. ഞാൻ താളം പിടിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കോപിക്കണം. എന്താടത്? ഗ്യാപ് മ്യൂസിക് ഫില്ല് ചെയ്തതാ. അവൻ അച്ഛനെ പോലെ നടക്കണം, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം, അവൻ അച്ഛനെ പോലെ നടക്കണം. പലരും പല വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഗിന്നസ് ബുക്കിൽ പേര് വരുന്നത്. ഇതുപോലെ മണി നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു വഴക്ക് നടത്തിയാണ് ഇത്തവണ ഗിന്നസ് ബുക്കിൽ പേര് വരുത്താൻ പോകുന്നത്. എടാ, അട്ടപ്പാടി എട്ടുവീട്ടിൽ കുട്ടപ്പഞ്ചേട്ടന്റെ പട്ടിയെ മട്ടുപിടിപ്പിച്ച മട്ടുവാവി കുട്ടപ്പഞ്ചേട്ട പോട്ടെ പോട്ടജം നീ രണ്ട് വട്ടം തട്ടി അല്ലേ? 8 പൊട്ടും തിരാത്തി 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം പൊട്ടി 8ാം പുത്തിരി ഏലിക്കുട്ടി നിന്റെ ഹോട്ടലിൽ നിൽക്കുന്ന കുട്ടനാട്ടുകാരൻ കട്ടനടിച്ച വിട്ടി പൊറോട്ട നീട്ടി പാട്ടിലാക്കിയ സംഭവം നാട്ടി പാട്ടല്ല പട്ടി ആട്ടെ പോട്ട് ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാൻ കുട്ടപ്പനെയും കൂട്ടി കോട്ട പഠിക്കുന്നപ്പോൾ തട്ടാൻ കുട്ടപ്പനെ നാട്ടുകാർ വട്ടത്തിലിട്ട് തട്ടിയ സംഭവം നാട്ടി പാട്ടല്ല ചട്ടാ പൊട്ട കുട്ട ചട്ടനെ പൊട്ടം ചോദിച്ച പൊട്ടനെ നാട്ടുകാർക്ക് പട്ടി മണിക്കൂർ എട്ടലയുടെ തൊണ്ട പട്ടിയാൻ തുടങ്ങിയിട്ട് ചാണ്ടിയുടെ കൈ കൊണ്ടാരും മിന്നിമിട്ടിട്ടില്ല കേട്ടോ കൊഞ്ഞാണ്ട. പണ്ട് മുണ്ടേക്കെതിരെ വണ്ടി കതിച്ച് മുണ്ട് വയ്ക്കുകയാണ് ചെന്ന് ചാണ്ടി നിന്നെ തൊണ്ടയ്ക്ക് പിടിച്ച് നോക്കുന്ന കൊഞ്ഞാണ്ട. വേണ്ട വേണ്ട കുണ്ടിതപ്പെടേണ്ട. ഞഞ്ഞാ പിന്നെ മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കുഴഞ്ഞ ആളെ പിഴിഞ്ഞ് നടക്കുന്ന കഞ്ഞി കുഞ്ഞുമേടെ കഞ്ഞിയിൽ മമ്മൂനുകല വാരിയിട്ട് കഞ്ഞിയോട് നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ പുള്ളിയും ചിരിക്കും. കള്ളത്തരം പൊള്ളത്തരം കാണിച്ചിട്ട് ചള്ളക്കെട്ടും തള്ളിക്കെട്ടും തള്ളിയ നേരം തള്ള വീടുന്ന മുള്ളിയതും. പിന്നെ വെള്ളിയാഴ്ച പള്ളി വിട്ട് തിരിച്ചിടോ പള്ള നിറയെ കള്ളടിച്ച് ചള്ളലൂണപ്പോൾ വെള്ളങ്ങളി കാണാൻ പോകുന്നത് പെൺപില്ലത് വെള്ളക്കളി നാടുകൂടെ പാട്ടൊക്കെ മന്ദനായ സ്വന്തം തന്തയുടെ മോന്തയെ കുന്തം കൊണ്ട് കുത്തി അന്തനാക്കി ബന്ധു ഇന്ത്യയെ അന്തിക്ക് ചന്തിൽ പന്തവും കത്തി ചിന്തിരിക്കുന്ന കോന്ത ബന്ധുവിന്റെ സിന്ധുവിന്റെ സിന്ദൂരവും ചാന്തിമേന്തി വീടിന്റെ മോന്തൽ ഏന്തി ഏന്തി കയറി അന്തപ്പഞ്ചേട്ടന്റെ മന്തുവല്ല മോന്തതിന്റെ പന്തുവല്ല മോന്തായിട്ട്
കുന്തിരിക്കാൻ വെച്ച് കത്തിച്ച് കാന്താകന്തൽ ശാന്ത ബന്ധത്തിൽ കുന്തം കുത്തി പന്തം കത്തിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളത്തി പറഞ്ഞ അണ്ണന്റെ മൂത്ത മന്ത. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് നൊന്തല്ലേ? ചില്ലി ചിക്കന്റെ ബില്ലിന്റെ കാര്യം ചൊല്ലി മല്ലനും കൊല്ലനുമായ ചെല്ലപ്പന്റെ ചെവി കല്ലിട്ട് തല്ലിയപ്പോ തല്ലല്ലേ കൊല്ലനെന്ന് പറഞ്ഞ പോലത്തെ പൊല്ലാപ്പായലോട് കൊല്ലം കണ്ടവർക്ക് ഇല്ലമണ് ചൊല്ലി എല്ലുമുറിയ പണിയെടുത്ത പല്ലുമുറിയ തിന്നാമെന്നും ഗതികെട്ട പുലിയതിനോട് ചില്ലി ചിക്കൻ തന്റെ മോളിൽ നിന്നിട്ട് ചെയ്ത് അതുമൊട്ടി സത്യം പറഞ്ഞ ആൺകുട്ടികളെ പൊട്ടകൾ വെടുപ്പിന് കൊട്ടം തട്ടിച്ചില്ല. കഷ്ടപ്പെട്ട് പഠിച്ചു വയൽ ലക്ഷാഞ്ഞു കോളേജിനോട് സഹപാഠി അത്യപടി യാത്ര പറഞ്ഞ് വീട്ടിൽ ചെന്ന് റിസൾട്ട് തന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ഉണ്ണിയാർ ചുടന്ന് നേരത്തെ ഉണർന്നു ബെഡ്കോയി കട്ടം പെട്ടെന്ന് വെച്ച് അച്ഛനും കൊടുത്ത് 1.5 ക്ലാസ് മധുരം കൂട്ടി അവളും തട്ടി വെട്ടും ക്ഷേത്രം എട്ടി നിൽക്കും പൊട്ടുമറിച്ച് പാറ തൊട്ടത് പോലെ കടിച്ചാ പാട്ടത്തോക്കിൽ പാട്ടികളെ ഉച്ചവാഴ്ചയോടെ കേട്ടപ്പോൾ ബെഡ്കോയി കട്ടം കുടിച്ചിരുന്നു. വഴിപാടി പൊട്ടി ചെണ്ടി കോട്ടയ്ക്ക് ലാലിച്ച് നോക്കി അറ്റാറവാട പൊളി ഇട്ടനും മുട്ടനും നീളമുള്ള മുടിൽ പെട്ടി കട്ടിയുള്ള തോർത്ത് സോപ്പ് പെട്ടിയും മുട്ടന്നെ പോയിക്കാതെ തൊട്ടുന്ന കൈ തോട്ടിയാടി പെട്ടെന്നൊരു കുളിവാസയ്ക്ക് വീട്ടിൽ ചെന്ന് കുട്ടികളെ അവിടെ തൊട്ട് കൊട്ടുന്ന പൊട്ടുന്നിട്ട് കണ്ണടിച്ച് മുക്കൊട്ടിച്ച് മുട്ടിലേക്ക് അമ്മ കൈയൊട്ടിച്ച് മോളെ പ്രേതി 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 എന്ന് പറഞ്ഞ് പ്രേതങ്ങളൊക്കെ പ്രേതാലയത്തിലേക്ക് പ്രയാണന്റെ പ്രവേശനങ്ങൾ പ്രഹേളിയെ പോലെ പ്രശാന്തമാക്കി എന്നോട് പ്രലോഭനം എന്ത് പ്രസക്തി അല്ല എന്ത് പ്രസക്തി. പഞ്ചായത്ത് ഓഫീസിൽ പണി ചെയ്യുന്ന 5 പിഞ്ച് കുഞ്ഞുങ്ങൾ അമ്മയെ കുഞ്ചമ്മ പുഞ്ചപ്പാടത്തിന്റെ പിഞ്ചു പറഞ്ഞൂടെ കൊഞ്ചു കൊഴിഞ്ഞ് വരുന്ന കണ്ടപ്പോൾ നിന്റെ നെഞ്ചൊന്ന് പിടച്ചു. കഷ്ടകാലത്ത് രക്ഷകൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു. മൃഷ്ടാന് കഴിഞ്ഞില്ല കഷ്ടത്തിൽ അച്ഛയ്ക്ക് വേണ്ടി അഷ്ടമര ലിസ്റ്റ് കാലത്ത് ഇഷ്ടപ്പെട്ട കഷ്ടം ദുഷ്ടം നിനക്ക് കുഷ്ടം വരെ കഷ്ടം പോസ്റ്റ. ഇനി നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു വടംവലി കാണാം. മോനെ മുറുക്കി പിടിച്ചോട്ടാ, അവരെ ആൾക്കാര് സ്ട്രോങ്. വിടറപ്പൊന്ന് ശരിയാവട്ടെ, അപ്പളിക്കും പിടിച്ചു വലിച്ച അങ്ങനെയാ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. മോനെ വലിച്ചടാ, അങ്ങോട്ട് വലിക്കടാ, അയ്യോ